ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സാംസങ്ങിന്റെ ഫോണുകൾക്ക് ഒരു സെൽഫ് ഡയഗ്നോസ്റ്റിക് എന്നൊരു മെത്തേഡ് അതിനകത്ത് ഇൻബിൽഡ് ആപ്പ് ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതായത് സാംസങ് നമ്പേഴ്സ്. ഈ സാംസങ് നമ്പേഴ്സ് എന്ന ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഫോൺ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ക്യാമറ, വൈഫൈ, സാംസങ്ങിന്റെ ഫോണിലെ സെൻസേഴ്സ്, എല്ലാ സാധനവും, അതായത് സൈഡിലെ ബട്ടൺസ്, അത് വരെ കറക്റ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, അതിനിടയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ ആ ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇപ്പൊ സെക്കൻഡ് പറഞ്ഞ പോലെ ഫോൺ മേടിക്കുമ്പോൾ അതിന് ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കി ആക്കാം. ഡിസ്പ്ലേ, സ്ക്രീൻ ടച്ച് ചെയ്ത് ചിലപ്പോൾ ടച്ച് ചെയ്യും. നമ്മൾ മേടിക്കുന്ന സമയത്ത് നമ്മൾ നോക്കില്ല, നമ്മൾ വിചാരിക്കും അത് ഓക്കെ ആണെന്ന്. പക്ഷെ ഫോണിന്റെ ഏതെങ്കിലും സൈഡിൽ ടച്ച് കംപ്ലൈന്റ് ഉണ്ടാവും. അപ്പൊ ആ ഇഷ്യൂ വരെ നമുക്ക് വർക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആപ്പ് ചെക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സാംസങ് മെമ്പേഴ്സ് ഒരു ആപ്പ് അതിൻ്റെ അകത്ത് കാണാം. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക, ഫോൺ ഡയഗ്നോസിസ് എടുക്കുക, അതിൻ്റെ അകത്ത് ടെക്സ്റ്റ് ഓൾ കൊടുക്കുക, റീസ്റ്റാർട്ട് ടെസ്റ്റിംഗ് കൊടുക്കുക. ഇപ്പോൾ സിം കാർഡ്, NFC, SD കാർഡ് യെസ് ഉണ്ട്. SD കാർഡ് ഞാൻ ഇട്ടിട്ടില്ല, അവിടെ യെസ് കൊടുത്തു. പവർ റീസ്റ്റാർട്ട്, ഒഫീഷ്യൽ അപ്ഡേറ്റ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ഫോൺ നെറ്റ്വർക്ക് ഓക്കെ ആണോ, ഫോണിൽ ഒരുപാട് സെൻസേഴ്സ് ഉണ്ട്, ആ സെൻസേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യും അതിലൂടെ. അപ്പോൾ ആ സെൻസേഴ്സ് ഓക്കെ ആണോ എന്നാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ അത് ചെക്കിങ് ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ടച്ചാണ്, ഫോണിൻ്റെ ടച്ച് ഓക്കെ ആണോ, ഡിസ്പ്ലേ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ എല്ലാ ഐക്കൺസിലേക്കും നമ്മളൊന്ന് ഡ്രാഗ് ചെയ്ത് പോകണം. എല്ലാ ഐക്കണും ഡ്രാഗ് ചെയ്ത് പോയി അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് അതിൻ്റെ സ്ക്രീൻ ഓക്കെ ആയിട്ടുണ്ട്, ടെസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഇതുപോലെ ചെയ്യുന്നത് നല്ലതാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ടച്ച് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഫോണിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ നോക്കി അറിയാൻ പറ്റും. ഇനി നെക്സ്റ്റ് പവർ ബട്ടണാണ്. വോളിയം ഡൗണ്, വോളിയം അപ്പ്, അതുപോലെ സൈഡ് ബട്ടൺ, ഈ 3 ബട്ടണും പ്രസ് ചെയ്യാൻ പറയും. അത് അതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആണെങ്കിൽ അത് കയറും. പിന്നെ ടോർച്ചും പോലെ ഫംഗ്ഷൻ ആണെങ്കിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതും ഓക്കെ എന്ന് മനസ്സിലാക്കാം. പിന്നെ ഫോണിൻ്റെ സ്പീക്കർ യെസ് കൊടുത്തിട്ട് അത് ചെവിയിലേക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ ആണെങ്കിൽ അതും കേൾക്കാം. പിന്നെ മീഡിയ സ്പീക്കർ പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ മീഡിയ സ്പീക്കറിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കാം. അതും ഓക്കെ ആണെങ്കിൽ അതും പ്ലേ ഓക്കെ ആണ് എന്ന് യെസ് കൊടുക്കുക. നമുക്കത് ഉറപ്പിക്കാൻ പറ്റും. വൈബ്രേഷൻ, ഫോൺ കോൾ വരുമ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്നതാണത്. അത് ഓക്കെ ആണെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ, അപ്പോൾ യെസ് കൊടുക്കുക. പിന്നെ നോർമലി നോട്ടിഫിക്കേഷൻസ് ഒക്കെ ടപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വൈബ്രേഷൻ ആയിരിക്കും. ആ വൈബ്രേഷൻ ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്യുക. അത് ഓക്കെ ആണെങ്കിൽ അങ്ങ് യെസ് കൊടുത്തേക്കുക. ഓക്കെ, അതും യെസ്. പിന്നെ ഫോണിൻ്റെ ബാക്ക് ക്യാമറയാണ്. ബാക്ക് ക്യാമറ ഓക്കെ ആണെന്ന് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ ആണെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിയർ ആണെങ്കിൽ യെസ് കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് ഓക്കെ ആക്കാം, ക്യാമറയ്ക്ക് ഇഷ്യൂ ഇല്ല. ഇനി ഫ്രണ്ട് ക്യാമറയും അതുപോലെ ചെക്ക് ചെയ്താണ്. അതും ഇഷ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങ് ഓക്കെ കൊടുക്കുക. അപ്പോൾ അതും സെറ്റാണ്. നമ്മുടെ ക്യാമറ രണ്ടും ഓക്കെ ആണെന്ന് മനസ്സിലായി. ഇനി മൈക്രോഫോൺ ടെസ്റ്റ് ചെയ്യാണ്. മൈക്രോഫോൺ നമ്മൾ പ്രൈമറി മൈക്രോഫോൺ അടിയിലാണ് ഫോണിൻ്റെ. 2 മൈക്രോഫോൺ ഉള്ള ഫോണിന് 2 വട്ടം റെക്കോർഡിങ് വരും. അപ്പോൾ ഓരോന്നും റെക്കോർഡ് ചെയ്തിട്ട് പ്ലേ ചെയ്ത് കിട്ടും. പ്ലേ ഓട്ടോമാറ്റിക് ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക. അല്ലെങ്കിൽ മൈക്രോഫോണിന് ഇഷ്യൂ ഉണ്ട്, മൈക്രോഫോണിൽ എന്തെങ്കിലും നോയ്സ് വരുന്നുണ്ടെങ്കിൽ ആ കംപ്ലൈൻ്റ് ഉള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ലൊക്കേഷനാണ്. ലൊക്കേഷൻ ആക്യുറസി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 60 സെക്കൻഡ്സ് എടുക്കും. അപ്പോൾ അത് നമുക്കൊന്ന് ഫോർവേഡ് ചെയ്യാം. അപ്പോൾ ലൊക്കേഷൻ ആക്യുറസി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൈഫൈ ആണ്. ഫോണിൻ്റെ വൈഫൈ ഓൺ അല്ലെങ്കിൽ ഓണാക്കാൻ പെർമിഷൻ ചോദിക്കും. അത് ഓണാക്കിയിടുക. ബ്ലൂടൂത്തും ഓണാക്കാൻ പറയും. ഇതിപ്പോൾ ഞാനെല്ലാം ഓണാക്കിയ കാരണം അതിന് പെർമിഷനൊന്നും ചോദിച്ചില്ല. അതൊക്കെ വർക്കിംഗ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫോണിൻ്റെ ഫിംഗർ പ്രിൻ്റ് ആണ്. അതും ജസ്റ്റ് ടാപ്പ് ചെയ്യുക. സൈഡാണെങ്കിൽ സൈഡ് ഫിംഗർ പ്രിൻ്റ് ടാപ്പ് ചെയ്യുക. അപ്പോൾ അതും വർക്കിംഗ് ആണെന്ന് ഓക്കെ ആക്കാം. പിന്നെ ഫേസ് റെക്കഗ്നേഷൻ ആണ്. അപ്പോൾ ക്യാമറ ഓൺ ആവുന്നൊന്നുമില്ല, പക്ഷേ ക്യാമറ വെച്ച് ടെൻസ് ചെയ്ത് അത് ഓക്കെ ആക്കുന്നുണ്ട്. പിന്നെ നോർമൽ USB മറ്റേ ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യുക. നോർമൽ കമ്പ്യൂട്ടറിലേക്ക് USB കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യുക. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഞാൻ USB കണക്ട് ചെയ്ത് നോക്കിയില്ല, അതുണ്ടെന്നുണ്ടെങ്കിൽ അതും ചെക്ക് ചെയ്താൽ ആ വർക്കിംഗ് ആകാൻ നോക്കാം. പിന്നെ ചാർജിങ് കേബിൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ചാർജിങ് ഓക്കെയാണ്. പിന്നെ ബാറ്ററി സ്റ്റാറ്റസ് ഇപ്പോൾ ഫുള്ളായിട്ട് കാണുന്നതാണ് ഫോണിൻ്റെ ഡയഗ്നോസ്റ്റിക് വിൻഡോ.